ഹലോ എവരിബഡീസ്, എല്ലാവരും വായോ. നമുക്ക് ഇന്നൊരു ക്ലീനിങ് വീഡിയോ എടുക്കാം. നമുക്ക് ഈ കബോർഡ് ഇന്ന് ക്ലീൻ ചെയ്യാം. ആരും പേടിക്കരുത്, ഇത് ഞാൻ തുറക്കുന്നുണ്ട്. ഇതിനകത്തിൽ നിറച്ച് ആരും എന്നെ ട്രോളിയും വിടല്ലേ. ഇതിനകത്തിൽ നിറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ, എന്തോ ഒത്തിരി നാളുകൊണ്ടുള്ള സാധനങ്ങളാണ്. ഏകദേശം ഒരു 2-3 മാസത്തിന് മേളിലായി. ഈ കബോർഡൊക്കെ ഒന്ന് ചൊവ്വേ തുറന്ന് വൃത്തിയാക്കിയിട്ട് തന്നെ അത്യാവശ്യത്തിന് സാധനം എടുക്കുക, ഉപയോഗിക്കുക, വീണ്ടും അങ്ങോട്ട് തിരിച്ചു കൊണ്ട് തള്ളിക്കയറ്റുക. ഇതാണിപ്പോൾ കുറേ നാളുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ടല്ലാതെ മനഃപൂർവ്വം ഇതൊക്കെ ഒഴിവാക്കി വിടുന്നതല്ല. ഇതൊക്കെ ക്ലീൻ ചെയ്ത് എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല. വീഡിയോ എടുപ്പ്, വീഡിയോ പോസ്റ്റ്, പോക്ക് വരവ്, പിന്നെ ഇതിനിടയ്ക്ക് ലൈവ് കാര്യങ്ങളെല്ലാം ആയത് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്ന രീതിക്ക് ഒതുക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കബോർഡിനകത്തിൽ ഒരുപാട് പാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും കുറേ വേസ്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഇനിയൊന്നും അതിനകത്ത് വെക്കാൻ സ്ഥലം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യമേ തന്നെ അതിനകത്തിരുന്ന മുഴുവൻ സാധനങ്ങളും ഞാൻ പെറുക്കി താഴെ ഇട്ടിട്ടുണ്ട്. കുറേ കവറുകൾ, പ്ലാസ്റ്റിക് കവറുകളും നമ്മൾ അരിപ്പൊടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൻ്റെ ബാലൻസ് വന്നതെല്ലാം ഇടിച്ച് അതിനകത്തിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ മുന്നത്തെ ഉണ്ട്. പൊടിയൊക്കെ പൂത്ത് പന്നലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പെറുക്കി താഴെ ഇട്ട് താഴെയിട്ട് പിന്നെ കുറേ കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും തോന്നില്ല, ഞാൻ അപ്പുറത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക, അതാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പെറുക്കി താഴെ ഇട്ടേച്ച് പിന്നെ മൊത്തത്തിൽ ചിലന്തി വല എല്ലാം അടിച്ച് പൊടിയെല്ലാം അടച്ച് തൂത്ത് വൃത്തിയാക്കി. അഴുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളങ്ങനെ പെട്ടെന്ന് അഴുക്കോ പൊടിയോ അങ്ങനെയൊന്നും കയറുന്ന പോലെയല്ല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് പൊടി അടിച്ച് വരുന്ന അങ്ങനെ ഇട്ടേക്കത്തില്ല. അപ്പോൾ ചെറിയ വല കെട്ടി, ചെറുതായിട്ട് ചിലന്തി വല കെട്ടി ചെറിയ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഗ്ലാസ്സുകൾ, കുപ്പി ഗ്ലാസ് ഇഷ്ടം പോലെ കുപ്പി ഗ്ലാസ്സുകളാണ്. നമ്മളങ്ങനെ കുപ്പി ഗ്ലാസ്സുകൾ ഉപയോഗിക്കത്തില്ല. ആരെങ്കിലും വിരുന്നക്കാരെന്തെങ്കിലും വരുമ്പോഴോ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ കുപ്പി ഗ്ലാസും ഈ സ്റ്റീൽ ഗ്ലാസും ഒക്കെ എടുക്കുന്നത്. അല്ലാതെ തന്നെ നമ്മളിതെല്ലാം പെറുക്കി കബോർഡിൽ വെച്ചാൽ പിള്ളേർ നശിപ്പിക്കാതിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പെറുക്കി കബോർഡിൽ വെച്ചേക്കും. അപ്പം പിന്നീട് ആരെങ്കിലും വന്നാലും പന്നലായ സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. ഒരുപാട് സമയമെടുത്ത് ചെയ്ത വീഡിയോ ആണെങ്കിൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് വെച്ചേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ആയിപ്പോൾ ആരും കാണില്ല. അതുകൊണ്ട് കേട്ടോ, ഇത് ഞങ്ങളെല്ലാവരും ഉള്ളൊരു ഫാമിലി ഫോട്ടോയാണ്. നമ്മുടെ കപ്പിനകത്തിലത്ത് ഞാൻ ചായ കുടിക്കുന്ന കപ്പ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, ചേച്ചി ഈ കപ്പിനകത്തിലെ ഫോട്ടോ ആയിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് കപ്പുകളുണ്ട്. ഇനി അപ്പുറത്തെ കബോർഡിൽ ഇതുപോലെ കുറേ ഗ്ലാസും പാത്രങ്ങളും കപ്പുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വേറൊരു വീഡിയോക്കകത്തിൽ ചെയ്യാം. ഇതാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന് വാങ്ങിച്ചതാണ്, മറ്റേ സ്പ്രിങ്കിൾസ് എന്നല്ല എൻ്റെ പേര്. എനിക്കിഷ്ടമേ അല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെറുതെ ഷോ ഇറക്കിയതാണ്. നിങ്ങൾ ആർക്കും ഒന്നും തോന്നണ്ട. ആകെ 2 തന്നെ എനിക്കിഷ്ടമല്ല. ഇതിനൊരു വല്ലാത്ത ചെടിച്ച ചുവ, എന്തോ സംഭവം എനിക്കറിയത്തില്ല. പിന്നെ മോളുടെ കുറേ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽ. അതൊന്നും ഞാൻ കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കും. എനിക്ക് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്തോ 2 ദിവസം മുന്നേ മേടിച്ച മാഗിയുടെ ബാലൻസാണ് ഇത്. അതും ഞാൻ എടുത്ത് കബോർഡിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കുപ്പിയാണെങ്കിൽ ഞാൻ ആദ്യം കുഞ്ഞിന് വാങ്ങിച്ച കുപ്പി. അത് ഒരുപാട് പനലായെങ്കിലും ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുക. അവിടെ ഒരു സാധനങ്ങളും ഞാൻ കളയത്തില്ല, എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. ഇതാണെങ്കിൽ കുറേ തവികളും കാര്യങ്ങളൊക്കെ നമ്മളെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴും ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ മാത്രമേ അതൊക്കെ എടുക്കുന്നു. നമുക്കല്ലാതെ ഈ തവിയൊന്നും ഉപയോഗിച്ച് അതിനു വേണ്ടിയുള്ളയില്ല. പിന്നെ അതെല്ലാം പെറുക്കി മടക്കി വെച്ചിട്ട് പിന്നെ ബാക്കി താഴത്തെ കബോർഡിൽ ഷീറ്റ് പന്നലായിരുന്നു, അതെടുത്ത് മാറ്റിയിട്ട് ഈ പേപ്പർ റോൾ കൊണ്ടുവന്നിട്ട് മടക്കി വൃത്തിയാക്കി വെച്ച്. അത് വലിയ റോളായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് ശരിയാകുന്നില്ല. പിന്നെ ഞാൻ 2 മടക്കിനിട്ട് മടക്കി അഡ്ജസ്റ്റ് ചെയ്ത് നീറ്റാക്കി വെച്ച് നല്ലപോലെ വെച്ചിട്ട്. ഇത് ഒന്നും തോന്നണ്ട. എനിക്കിങ്ങനെ ചുമ്മാ നിന്ന് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അതെൻ്റെ സിഗ്നേച്ചറാണ്. നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നണ്ട. ടി വിയിൽ പാട്ട് വെച്ചേച്ച് നമ്മൾ ഈ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നും തോന്നില്ലേ. ഞാൻ ഇങ്ങനെയാണ്. എന്നെ ശരിക്കും അറിയാവുന്നവർക്കറിയാം എൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ വീഴത്തുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നില്ലേ. ഞാൻ ഇപ്പോൾ പാട്ട് വെച്ചിട്ട് പാട്ടിനൊത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ആ പാട്ട് ഇതിൽ വെക്കാൻ ഒക്കില്ല. കോപ്പിറൈറ്റ്, അതും ലോങ് വീഡിയോക്ക് തീരെയും പറ്റില്ല, കോപ്പിറൈറ്റ് പറ്റും. അതുകൊണ്ട് ആ പാട്ട് മ്യൂട്ട് ചെയ്ത് വിട്ടു. അല്ലെങ്കിൽ ഞാൻ ആ പാട്ട് വെക്കുന്നത്. ഏത് പാട്ടായിരുന്നു? കൂടെ പോന്നോട്ടെ ഞാനും കൂടെ പോന്നോട്ടെ, മുകിലിന്നഴകിൽ മരവിൽ ചെരുവിൽ ഞാനും വന്നോട്ടെ. ഇതാണെങ്കിൽ എന്താ സംഭവം എന്ന് പറയുക, നമ്മുടെ ഉഴുന്ന് ചമ്മന്തി അത് ഇപ്പോൾ ഒരു വർഷത്തിൽ മേളിലായി കേട്ടോ. അത് പക്ഷേ പന്നലാവത്തില്ല. നമ്മൾ ഉഴുന്ന് പൊടിച്ച് വെച്ചേക്കില്ല, നല്ല ടേസ്റ്റ് അതിനാണ്. പക്ഷേ ഞാനത് വേടിച്ച് വെച്ചേക്കും, പക്ഷേ കഴിക്കില്ല. ഇതാണെങ്കിൽ നമ്മുടെ കപ്പയുണ്ടല്ലോ, കപ്പ ഉണക്കിയത്, കപ്പ വറ്റലെന്ന് പറയും. ഒരു പീസ് എടുത്ത് വെച്ച് കടിച്ചു. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുത്താൻ തോന്നുന്നു വേവിച്ചെടുക്കുന്നത്. ഞാൻ ഒത്തിരി ആയി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് സ്പന്നലാവാത്തതുകൊണ്ട് വേറൊരു കിറ്റിനകത്തിലാക്കിയിട്ട് വീണ്ടും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തോ എന്നെടുക്കുമെന്ന് തമ്പുരാനറിയാം. അങ്ങനെ അതും പെറുക്കി വെച്ച് എല്ലാം ഒരേ സൈഡിൽ നിന്ന് ഒതുക്കി വൃത്തിയാക്കി. പിന്നെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ച് ടിന്നുകളും എല്ലാം അടച്ച് സൂക്ഷിച്ച് വെച്ച് പൊടികളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വേസ്റ്റ് വന്നേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ഒത്തിരി വീഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു. ഞാനത് ഷോർട്ടാക്കി അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തു. പിന്നെ അപ്പുറത്തെ കബോർഡിൽ കുറേ വെളിച്ചെണ്ണയും ഉഴുന്ന് കുറച്ച് പൊട്ടിച്ചതിൻ്റെ ബാലൻസ് ഇപ്പോൾ ഉണ്ടായിരുന്നു, അതും ഇട്ട് എല്ലാം കൂടെ അടച്ച് അത് ഇപ്പുറത്തോട്ടാക്കി വെച്ച്. അപ്പോൾ ആ കബോർഡിന് ഒരു ഒതുക്കം വന്നു. അങ്ങനെ എൻ്റെ പരിപാടികളെല്ലാം തീർന്നു. മുമ്പേ കണ്ട കബോർഡാണോ ഇതെന്ന് നോക്ക്. ഇനി 1 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇത് പന്നലാകും. അപ്പോൾ വീണ്ടും ക്ലീൻ ചെയ്യും. അങ്ങനെ അതെല്ലാം പെറുക്കി വെച്ച് പിന്നെ കുറേ
എല്ലാം വെളിയിലിരിപ്പുണ്ടായിരുന്നു. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം വെളിയിലിട്ട് തട്ടി കളിക്കുമായിരുന്നു. ഇപ്പോൾ സ്പേസ് വന്നപ്പം അച്ചാറുകളും എല്ലാം എടുത്ത് അതിനകത്തിലോട്ടാക്കി. അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ളവരെ ഒതുങ്ങി. പിന്നെ ബാക്കി വന്ന പ്ലാസ്റ്റിക് കവറും പൊടികളുടെയൊക്കെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു കിറ്റിനകത്തിലിട്ട് ഞാൻ വീണ്ടും മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ഇനി അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അതിനകത്തിലെ പ്ലാസ്റ്റിക് എല്ലാം മാറ്റിയിട്ട് ബാക്കി എല്ലാം കൂടെ ഇട്ട് ചപ്പും ചവറും എല്ലാം കൂടെ ഇട്ട് തീയിടും. പിന്നെ ഈ ടിന്നുകളെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കുവേ. ഇനി അടുത്ത് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലെ കലാപരിപാടികൾ എന്ന് പറയുന്ന പോലെ വീണ്ടും എനിക്ക് ഡാൻസ് പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നി. എനിക്ക് ഇങ്ങനെ ഒന്നെങ്കിലും മിണ്ടിയും പറഞ്ഞ് തമാശ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് പാട്ട് വെച്ചിട്ടിരിക്കണം. എനിക്കത് ശീലമായി പോയതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ തന്നെ ഒന്നുകിൽ നല്ല രീതിക്ക് ഒച്ചയെടുത്ത് പാട്ട് പാടിക്കൊണ്ട് നടക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. ഇതേത് പാട്ടാ? വാജി 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 എൻ ജീവൻ ശിവാജി, വാജി 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 എൻ ജീവൻ ശിവാജി, അൻപാൽ വാളയിട് അഴകെ. വേണ്ട, ബാക്കി പാടിയാൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ ഈ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞില്ലേ, ഇത് ഇനിയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. വീണ്ടും എൻ ജീവൻ ശിവാജി. എനിക്ക് വയ്യ, പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. ഇനി നമുക്ക് പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാം. പിന്നെയും കുളിച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കുറേ പരിപാടികളുണ്ട്. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എല്ലാം എടുത്തിട്ടാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.